പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോകണം. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, പത്തനംതിട്ടയൊക്കെ സ്ഥിരമായി റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ടിലുള്ള ജില്ലയാണ്. ഇന്നും മഴ പ്രവചിച്ചിട്ടുണ്ട് പല മേഖലകളിലും. എന്താണ് രാവിലത്തെ വിവരം വിവിധ മേഖലകളിൽ നിന്ന്? രഞ്ജിത്തെ, പത്തനംതിട്ടയിൽ രാവിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. കാരണം മേഘാവൃതമാണ് ആകാശം. പക്ഷേ മഴ ജില്ലയിൽ ഒരു സ്ഥലത്തും രാവിലെ പെയ്തില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ ശക്തമായ മഴ ഉണ്ടായിരുന്നു. ജില്ലയിൽ പരക്കെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം പത്തനംതിട്ട ജില്ലയിലുണ്ട്. മലയോര മേഖലയിലടക്കം ഇത്തരത്തിൽ മഴയുണ്ട്. അതുപോലെ തന്നെ നദിയിലെ ജലനിരപ്പും പമ്പ, അച്ചൻകോവിൽ നദികളുടെ ജലനിരപ്പും നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഈ മഴ സമയവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. 3 ക്യാമ്പുകളാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തുറന്നിട്ടുള്ളത്. കവിയൂരും തിരുമൂലപുരം, തിരുവല്ല എന്നിവിടങ്ങളിൽ 3 ക്യാമ്പുകളുണ്ട്. ഇവിടെ 17 പേരെ മാറ്റി താമസിച്ചിട്ടുണ്ട്. അത് ഈ മുൻകരുതലിന്റെ ഭാഗമായിട്ടൊക്കെയാണ്. അതായത് മണ്ണിടിച്ചുള്ള മേഖല, വെള്ളം കയറുന്ന സ്ഥലം, താഴ്ന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഉള്ള ആളുകളെയാണ് ഇത്തരത്തിലൊരു മുൻകരുതലിന്റെ ഭാഗമായിട്ട് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് ആണ് സാധാരണ തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിലെ റോഡുകളിലെ വെള്ളക്കെട്ടാണ്. പുല്ലാട് ഒക്കെ കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ഇവിടെ ഗതാഗത തടസ്സവും ഭാഗ്യമായ രീതിയിലൊക്കെ ഉണ്ടാവുകയും പിന്നീട് ക്രമീകരിക്കുകയും ചെയ്തൊരു സാഹചര്യം ജില്ലയിലുണ്ട്. പക്ഷേ ആശ്വാസകരമായ കാര്യം, ജില്ലയിൽ ഇതുവരെ മഴയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ദുരന്തമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ മഴ ശക്തമായ രീതിയിൽ തന്നെ ലഭിക്കുന്നു. ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളൊക്കെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഡാമുകളിലേക്ക് വെള്ളം ധാരാളമായി ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. വർധനവുണ്ട്. മൂഴിയാറ്, അതുപോലെ തന്നെ കക്കി തുടങ്ങിയ ഡാമുകളിലേക്കും വലിയ ജലനിരപ്പ് ഉയരുന്നുണ്ട്. എന്തായാലും ഈ ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞാൽ മഴ വലിയ സാധാരണഗതിയിൽ ഒരു വെള്ളപ്പൊക്ക ജില്ല എന്ന നിലയ്ക്ക് വലിയ ശക്തമായ രീതിയിൽ മഴ പെയ്താൽ ഉടൻ തന്നെ വീടുകളിലേക്കും അതുപോലെ ഉരുൾപൊട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ജില്ലയാണ്. പക്ഷേ ഇന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വേനൽമഴ തുടങ്ങിയ ശേഷം ഇതുവരെ അത്തരത്തിലൊരു ദുരന്തങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്ന വലിയ ആശ്വാസകരമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ മഴ കാര്യമായ രീതിയിൽ ലഭിക്കുന്നുമുണ്ട്. പക്ഷെ അത് തുടർച്ചയായി പെയ്യാത്തതാണ് അത് ഒരു ആശ്വാസമുള്ളത്. കാരണം തുടർച്ചയായി മഴ പെയ്യുമ്പോഴാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നത്. സാധാരണഗതിയിൽ ഇപ്പം ഇടപെട്ട് മഴ പെയ്തുകൊണ്ട് വെള്ളം ഒഴുകി പോകുന്നതിനൊരു അവകാശമുണ്ട്. നദികളിലായാലും വെള്ളം ഒഴുകി താഴ്ന്ന പ്രദേശങ്ങളിൽ മാറി പോകുന്നതിനൊക്കെയുള്ള സാഹചര്യമുണ്ട്. തുടർച്ചയായി ശക്തമായ വലിയ തോതിൽ മഴ ലഭിക്കാതെ തന്നെയാണ് ജില്ലയിലെ സംബന്ധിച്ച് ഒരു ആശ്വാസം. നിന്ന് പെയ്യുന്ന, അതായത് സാധാരണഗതിയിൽ ചാറ്റൽ മഴ പോലെ നിന്ന് പെയ്യുന്ന മണിക്കൂറുകളോളം നിന്ന് അത്തരത്തിൽ പെയ്ത മഴകളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ആലപ്പുഴയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2018 പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത പല സ്ഥലങ്ങളിലും ഇത്തവണ വെള്ളക്കെട്ടാണ്. നഗരത്തിൽ വെള്ളക്കെട്ടാണ്. ഇന്നലെയൊക്കെ ശരണ്യ അവിടെ കൊമ്മാടിയിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വലിയ വെള്ളം വീടുകളിലൊക്കെ കയറിയ പശ്ചാത്തലം. പത്തനംതിട്ട നമുക്കറിയാം, ചെങ്ങന്നൂരടക്കമുള്ള പാണ്ഡ്രനടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ എത്ര വലിയ പ്രളയ ഭീതിയിലുള്ള സ്ഥലങ്ങളാണ്, എത്ര വലിയ പ്രളയം അനുഭവിച്ച സ്ഥലങ്ങളാണ്. ഈ മഴയിൽ അവിടെ എന്തൊക്കെയാണ്, അവിടുത്തെ സാഹചര്യം എന്താണ്? അവിടെ എവിടെയെങ്കിലും വെള്ളം കയറിയിട്ടുണ്ടോ, അതോ ആശ്വാസകരമായ സ്ഥിതിയാണോ? രഞ്ജിത്തെ, അപ്പർ കുട്ടനാട് മേഖലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വെള്ളം സാധാരണഗതിയിൽ അപ്പർ കുട്ടനാട് മേഖല താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ കടപ്പുറ, നിരണം തുടങ്ങിയ മേഖലകളിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ അത്തരത്തിലുള്ള ഒരു ആശങ്കയുണ്ട്. സാധാരണഗതിയിൽ എല്ലാ വർഷവും അത്തരത്തിൽ മഴ പെയ്താൽ ആ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവും, ഗതാഗത തടസ്സം ഉണ്ടാവും, ആ വീടുകളിലൊക്കെ ആളുകൾക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യം അത് എല്ലാ വർഷവും ഈ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അത്തരത്തിലുണ്ട്. ചെങ്ങന്നൂർ അടക്കമുള്ള ഈ പണ്ടനാട് അടക്കമുള്ള മേഖലകളിലൊക്കെ അതൊക്കെ ഉണ്ട്. പക്ഷേ അത് കാര്യമായ രീതിയിൽ ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ജില്ലയിൽ പല സ്ഥലങ്ങളിലും അത്തരത്തിലുണ്ട്. കാരണം മഴ കാര്യമായ രീതിയിൽ പെയ്യുന്നുണ്ട്. പക്ഷേ ഇടപെട്ട് പെയ്യുന്ന മഴയാണ്. തുടർച്ചയായി രാവിലെ തൊട്ട് 24 മണിക്കൂറും നിന്ന് പെയ്യുന്ന മഴ ഉണ്ടായെങ്കിൽ മാത്രമാണ് സാധാരണ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഒരു വലിയ ഭീകര അന്തരീക്ഷമുള്ളത്. പക്ഷെ അത്തരത്തിൽ ഇപ്പോൾ മഴ പത്തനംതിട്ട ജില്ല എങ്ങനെ ലഭിക്കുന്നത് ഇടപെട്ട് മഴ പെയ്യുകയും അതിന് മഴയ്ക്ക് മാറ്റം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് മഴ ലഭിക്കുകയും പിന്നീട് ഈ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടോ മറ്റു കാര്യങ്ങളോ അത് മാറിപ്പോകുന്നൊരു സാഹചര്യം കൂടി പത്തനംതിട്ട ജില്ലയിലുണ്ട്. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. നദികളുടെ ജലനിരപ്പ്, പമ്പയിലും അച്ചൻകോവിലും നദിയിലെ ജലനിരപ്പ് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അത് വലിയ അപകട രീതിയിലല്ല എങ്കിലും നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ജില്ലയിൽ 3 ക്യാമ്പുകൾ, കവിയൂർ, തിരുമൂലപുരം, തിരുവല്ല എന്നിവിടങ്ങളിൽ 3 ക്യാമ്പുകൾ നദീതീരങ്ങളിൽ താമസിക്കുന്ന വെള്ളക്കെട്ടുള്ള മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ മാറ്റി താമസിച്ചത് 17 പേരെയാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിച്ചുള്ളത്. കാര്യമായ രീതിയിൽ ഇന്നലെ രാത്രി ശക്തമായ മഴ ജില്ലയിലെ മലയോര മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടലുകൾ ചില പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ പക്ഷെ അത് അപകടമില്ലാത്ത ജലവാസ മേഖലയല്ലാത്ത ഉൾവനങ്ങളിലാണ്. അതുകൊണ്ടാണ് നദികളിലെ ജലനിരപ്പ് സ്വാഭാവികമായിട്ട് ഉയർന്നിട്ടുള്ളത്. അത്തരത്തിൽ ചില കാര്യങ്ങളല്ലാതെ ജില്ലയെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. വരും മണിക്കൂറുകളിൽ ഈ കാലവർഷം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ മറ്റ് മുൻകരുതലും കാര്യങ്ങളൊക്കെ ജില്ലയിലുണ്ട്. വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്രകൾക്കൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ
വിലക്കേർപ്പെട്ടിട്ടുണ്ട്. പാറമടകളുടെ പുറത്ത് നിർത്തിവെച്ചിട്ടുണ്ട്. കുന്നിടിച്ചിലും മണ്ണിടിച്ച് അതുപോലെ ഉരുൾപൊട്ടലുള്ള സാധ്യതയുള്ള മേഖലയിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന നടപടികളൊക്കെ അവർക്ക് ഒരു ജാഗ്രത നിർദ്ദേശമൊക്കെ ജില്ലാ